ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് സുഖ ദുഃഖ സമ്മിശ്രങ്ങളാണ്. ഈ സുഖ ദുഃഖ സമ്മിശ്രമായ ലോകത്തിൽ ഈ പിതാവും അതേ അനുഭവത്തിൽ കൂടി കടന്നു പോയതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നു. എന്റെ ഓർമ്മയാകുന്ന കാലം മുതൽ ഇദ്ദേഹം ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് തിരുവല്ലയിൽ ജീവിക്കുകയാണ്. തിരുവല്ല പഴയ ക്രിസ്ത്യാനിറ്റി അടുത്ത് ഒരു കടലിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളൊക്കെയും കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെയും അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും പറഞ്ഞൊരു കാര്യം നോക്കുകയാണ്, ബസ് സർവീസൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് ഒരു പാതിര കഴിയുമ്പോൾ കാൽനടയായി ആലപ്പുഴയിലൊക്കെ പോകും. പോയതിനു ശേഷം ബോട്ടിൽ ചരക്കുകളൊക്കെ കയറ്റി ചങ്ങനാശ്ശേരിയിലൊക്കെ ഇറങ്ങും. അവിടെ നിന്ന് കാളവണ്ടിയിൽ കയറ്റി കാളവണ്ടിയോടൊപ്പം നടന്ന് ഒരല്പം ഉറക്കമൊക്കെ തൂങ്ങിയാണ് നടന്നു വരുന്നത്. വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് കച്ചവടത്തിനായി. അക്കാലത്ത് അതൊന്നും ഒരു പ്രയാസമായിരുന്നില്ല. കാലത്ത് പോയി എന്ന് വാർദ്ധക്യമായതിനു ശേഷം എന്നോട് ഷെയർ ചെയ്തത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനം ചെയ്ത് കുടുംബം പുലർത്തിയ ഒരു പിതാവ് ദൈവം അദ്ദേഹത്തിന്റെ അധ്വാനത്തെ മാനിച്ചു. 5 താലത്തിനോടുകൂടി 5 കോടി നേടിയ നല്ലവനും വിശ്വസ്തനുമായ ദാസന്റെ കിണത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ ഉയർത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഐശ്വര്യപൂർണമായ ഒരു വാർദ്ധക്യവും ഐശ്വര്യപൂർണമായ ഒരു യാത്രയുമാണ് പുതിയ പിതാവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ പ്രത്യേക സന്തോഷകരമായ ഒരു കാര്യം, എല്ലാ ദിവസവും വൈകുന്നേരം കൈയടിച്ച് പാട്ടുപാടി ഒരു 7 മണിക്കൂർ കുടുംബ പ്രാർത്ഥന ഒരു കുടുംബം, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ പറ്റി ഓർക്കുമ്പോൾ പ്രിയ പത്നി തങ്കം എന്നാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ആയിരുന്നു സ്വദേശിയാണ്, ചെറുപ്പുള്ളിയിൽ ഒരു മകനാണ്. ദീർഘകാലം അവരെ ഒരുമിച്ച് ജീവിച്ചു. അവസാനം വരെ പ്രിയ പിതാവിനെ ശുശ്രൂഷിക്കുന്ന അവസരം ലഭിച്ചു. ഇരുവരും ചേർന്ന് ശാന്തമായ ഒരു ജീവിതം നയിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ അല്ലാതെ മറ്റൊന്നും ഈ കുടുംബജീവിതത്തെ നമുക്ക് പറയുവാനില്ല. മക്കളെ പറ്റി മൂത്ത മകൾ ജോയമ്മ ദീർഘകാലങ്ങൾക്ക് മുൻപ് വിവാഹിതയായി ഇവിടെ നിന്ന് പോയി അയ്യൂരിലാണ് ഇപ്പോൾ USA ജോലിയായി താമസിക്കുന്നു. സണ്ണി ഓമറയിൽ താമസിക്കുന്നു, സൗദി അറേബ്യയിൽ ജോലി ചെയ്തു, മോനച്ചൻ അമേരിക്കയിൽ ജോലി ചെയ്തു. ഇവിടെ കുടുംബത്തിൽ പിതാവിനൊപ്പം കഴിഞ്ഞു വന്നത് പ്രിയ റജിയാണ്. റജിയെ അറിയാത്തവരായി ഈ നാട്ടിലോ ഇടവകയിലോ ആരുമില്ല. നമുക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നമ്മൾ പലപ്പോഴും റജിയെ സമീപിക്കും. വളരെ സന്തോഷത്തോടെ സുസ്മേരവനായി റജി നമ്മളെ സഹായിക്കും. നല്ല പെരുമാറ്റം. ഒരിക്കലും കറുത്ത മുഖം റജിയുടെ മുഖം ആയി കണ്ടിട്ടില്ല എന്ന് പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ പ്രിയപ്പെട്ട ഗുരുവിനോട് അവരെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായി, റജി ഈ മാതാവ് ഒക്കെ പിതാവിനെ അന്വേഷിച്ച ശുശ്രൂഷിച്ച വിധങ്ങൾ, എവിടെ പോയിരുന്നാലും തക്ക സമയത്ത് വീട്ടിൽ ഓടിയെത്തി പിതാവിന് വേണ്ടതൊക്കെ ചെയ്യും. വേണ്ടി വന്നാൽ എടുത്തുകൊണ്ട് ബാത്റൂമിലൊക്കെ പോയി എത്തുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കന്മാർ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു മകനാണ് റജി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മക്കൾ ഇവരെല്ലാവരും തന്നെ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ റജിയെയും മാതാവിനെയും സഹായിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റജിയുടെ മക്കൾ ഇടവകയിലും സൺഡേ സ്കൂളിലുമൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ, ഷെറിൻ ഗായക സംഘത്തിൽ അംഗം. ഈ പിതാവിന്റെ മറ്റു മക്കളൊക്കെയും ഇവിടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഇടവകയുമായി സൺഡേ സ്കൂളുമായി ഇടവകയിലെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് പോയിരുന്നവരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മുൻ തലമുറയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന. മനുഷ്യന്റെ ആയുസിനെ പറ്റി പറയുന്നത് 70 സംവത്സരം, ഏറെയായി 80 സംവത്സരം. അതിന്റെ പിതാവ് പ്രയാസമാണ്. എന്നാൽ പിതാവ് 70 കടന്നു, 80 കടന്നു, ആ സീമകളൊക്കെയും ലംഘിച്ച് അതിനപ്പുറത്തേക്ക് പോയിരിക്കാം. മനുഷ്യന്റെ പരമാവധി ആയുസ് 120 വയസ്സുകളിൽ പറയുന്നു. അതുവരെ പോയിരിക്കുന്നു. അനിതര സാധാരണമായ ഒരു ആയുസ് ഈ പിതാവിന് ലഭിക്കും. ഈ പിതാവിന് ഒരു സംക്ഷിപ്ത ജീവചരിത്രം പറഞ്ഞാൽ ഒത്തിരി നേരം മുതലേക്കില്ല, പെട്ടെന്ന് പറഞ്ഞുകൊള്ളാം. ഒരു
കുടുംബജീവിതം നയിച്ച വ്യക്തി, മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയ വ്യക്തി, അവരുടെ വിദ്യാഭ്യാസമൊക്കെ നൽകി വിവാഹം കഴിപ്പിച്ചു, അവരെ നല്ല നിലയിലാക്കി, അവരുടെ സന്തോഷവും സമൃദ്ധിയും ഒക്കെ കണ്ടു, അനുഗ്രഹിക്കപ്പെട്ട കൊച്ചുമക്കളെ കണ്ടു, നല്ല പ്രായം വരെ തൊഴിൽ ചെയ്ത് ജീവിച്ചു, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചു. എന്തുകൊണ്ടും ഭാഗ്യകരമായ ജീവിതം പൂർണ്ണ വാർദ്ധക്യത്തിൽ മരണത്തിലേക്ക് വിളിച്ച് അടുപ്പിച്ചു. ഇതിൽ കൂടുതൽ ഭാഗ്യകരമായ ജീവിതം എന്താണ് ഈ ലോകത്തിലുള്ളതെന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി പറഞ്ഞാൽ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ബന്ധുവാണ്, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല കുടുംബനാഥനാണ്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭർത്താവ്, മക്കൾക്ക് നല്ല പിതാവ്, കൊച്ചുമക്കൾക്ക് നല്ല വെല്ലുവിളിച്ച്, അയൽക്കാർക്ക് നല്ല അയൽക്കാരൻ, ഇടവകയ്ക്ക് നല്ല ഇടവക അംഗ, സ്നേഹിതർക്ക് നല്ല സ്നേഹിതൻ, ഉദാര മനസ്സ്, നല്ല ബിസിനസ്സുകാരൻ, സത്യസന്ധൻ, സർവോപരി ഒരു നല്ല മനുഷ്യൻ. ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ളത്. നന്മയുള്ള ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്നതിന് അദ്ദേഹം സാധിച്ചു. അദ്ദേഹത്തിന്റെ ഉദാര മനസ്കതയെ പറ്റി ഈ അടുത്ത ദിവസം ഒരാൾ പറയുന്നുണ്ട്. കാണുവാനായിട്ട് വീട്ടിൽ ചെറുതാണ്, ഒരു ചെറിയ മക്കളെ എടുത്ത് ചുരുട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഇത് കൊണ്ടുപോകണം, എന്തിനാണ് ഇത് കൊണ്ടുപോയി, എനിക്ക് വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട്, ഇതിന്റെ ആവശ്യമില്ല, ഇല്ല, ഇത് കൊണ്ടുപോയാൽ. ഈ രീതിയിൽ ഉദാര മനസ്കനായി മറ്റുള്ളവർക്ക് എന്തും കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായി അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു വാഴയിൽ മുന്നൂറ്റിയാണ് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള കാലമൊക്കെയും പള്ളിയിൽ വരുന്നതും കുർബാന കൈക്കൊള്ളുന്നതിനൊക്കെയും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീടൊക്കെയും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള കുർബാന ശുശ്രൂഷ പള്ളിയിൽ നടക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായും ഇവിടെ വന്ന് സംബന്ധിക്കുമായി. ഇവിടെ വെച്ച് കണ്ടാൽ ഒരു പുഞ്ചിരി, ഒരു കുശലം, ഒരു സന്തോഷമുണ്ട്, ഇതൊക്കെയായ ജീവിതം സംസാരിക്കില്ല. വഴിയിൽ വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെയായ വാർത്തകളിൽ നല്ല പരിശ്രമവും സ്നേഹവും കുടുംബത്തിൽ നിന്ന് ലഭിച്ചു, ഇടവകയിൽ നിന്ന് ലഭിച്ചു, ചുറ്റുപാടുകളിൽ ലഭിച്ചു. മനുഷ്യപുത്രന്മാരെ മടങ്ങി എന്ന വിളിക്ക് ചെവി കൊടുത്ത് അദ്ദേഹം ഈ ലോകത്തോടെ യാത്ര വന്നു. മാത്രമല്ല, ഇപ്പോഴും ഏത് പ്രായത്തിലായാലും ദുഃഖകരമാണ്. എന്നാൽ വാർദ്ധക്യത്തിലുള്ള മരണം ഒരു അനിവാര്യത മാത്രമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പൂർണ്ണ വാർദ്ധക്യത്തിൽ പൂർണ്ണ പ്രത്യാശയിൽ നമ്മെ വിട്ട് കടന്നുപോയാൽ ഈ പിതാവിനെ നാം ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറിച്ച് ഈ പിതാവിന്റെ പ്രത്യാശയുടെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും സർവീസിൽ സ്വർഗീയമായ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തോമസിന്റെ നിര്യാണത്തിൽ ഇടവകയിലും എല്ലാ സംഘടനകളിലും 3 പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള അഗാധമായ അനുശോചനം അറിയിക്കുകയും ശവസംസ്കാര ശുശ്രൂഷയും ഇതുവരെ വ്യാപിച്ച ദൈവകൃപ തുടർന്ന് വ്യാപിക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കുടുംബത്തെയും നമ്മെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടവകയുടെ ആദരസൂചകമായി ഇടവക ചുമതലക്കാർ ചേർന്ന് ഇപ്പോൾ റീപ്പർ സമർപ്പിക്കുന്നു. എല്ലാവരോടും ബഹുമാനപ്പെട്ട മാറ്റിവെച്ച് ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന കുടുംബാംഗങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ പ്രിയ ദൈവജനം ഞങ്ങളുടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏവർക്കും പ്രിയപ്പെട്ടതായ രാമപാടിൽ ആ കുടുംബത്തോടൊപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനുള്ളതായ ദുഃഖം അറിയിക്കാൻ കൂടിയാണ്.
ഈ അച്ഛൻ്റെ മകൾ ജോയമാണി എൻ്റെ മൂത്ത സഹോദരിയെ ഒരു കുടുംബത്തിൽ മരുമക്കളായി വന്നിട്ടുള്ളവരാണ്. ദീർഘ സംവത്സരങ്ങളായി അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബമായി അച്ഛനുമായി ഇടപെടുവാനും സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാനുമൊക്കെയും അവസരമുണ്ടായി. സവിസ്തരം അപ്പച്ചൻ്റെ ദൈവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അതിൽ ഉപരിയായി ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചത്. അത്യധ്വാനം ചെയ്ത് ദൈവം എനിക്ക് നൽകിയതായ ആയുസ്സയിലൊന്ന് നിർവഹിച്ചു. നല്ല പിതാവായി മക്കളെ അഭ്യസിപ്പിച്ചു. നല്ല കുടുംബനാഥനായി ഈ ദേശത്തിന്, ഇടവകയ്ക്ക്, സമൂഹത്തിന് തൻ്റെ ജീവിതം കൊണ്ട് അമൂല്യമായിരിക്കുന്ന സംഭാവനകളെയൊക്കെ നൽകി ഒക്കെ ഉപരിയായിട്ട് ദൈവം നൽകിയതായ ആയുസ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ടും പ്രിയ പിതാവിന് അവസരമുണ്ട്. സ്നേഹ വാത്സല്യങ്ങൾ നിറഞ്ഞതായ ഒരു വ്യക്തിത്വം മാത്രമല്ല, തനിക്ക് ദൈവം നൽകിയതായ ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് ഏറ്റവും അനുഗ്രഹമാക്കുന്നതായ പ്രിയ നിശ്ചയമായും ദീർഘമായ ഒരു ആയുസ് ലോകത്തിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ചു എന്നത് ഒരു വലിയ ശ്രേഷ്ഠമായ സംഗതിയാണ്. ഇതിൽ തന്നെയും ആ വേർപാട് പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന ദുഃഖം മാനുഷികമായ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാനോ പറയുവാനോ അവർക്ക് ആശ്വാസം നൽകുവാനോ സാധിക്കുന്നതല്ല. എന്നാൽ സുരക്ഷകനായ കർത്താവ് എല്ലാവരെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യുകയും പ്രാർത്ഥിക്കും. ഒരു പിതാവിന് നൽകാവുന്ന ഏറ്റവും അംഗീകമായ ശുശ്രൂഷ നൽകുവാൻ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തി. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മാതൃക മക്കൾ കാണിച്ചു എന്നുള്ളത് അത് കുടുംബാംഗങ്ങൾക്കും അവരുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ദേശത്തുമൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ആ നിലയിൽ പിതാവ് ശുശ്രൂഷിക്കുവാനും ഏറ്റവും ധന്യമായിരിക്കുന്ന ഒരു യാത്രയെ പരിലാപത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പ്രിയമകൻ വാങ്ങിപ്പോകുമ്പോൾ നൽകുവാണ് ഒക്കെ പ്രിയപ്പെട്ടവർക്ക് സാധിച്ച ഏറ്റവും ധന്യമായ സംഗതി. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ശുശ്രൂഷകളെ, നിങ്ങൾ കാണിച്ചതായ മാതൃകയെ വിലമതിക്കുന്ന ഈ സമൂഹം അതിനെ വിലമതിക്കുന്നു. മാത്രമല്ല, യേശുക്രിസ്തു നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശ കർത്താവിന്റെ മടങ്ങിവരവിൽ നാം എല്ലാവരും അവരുടെ കൂടെ കാണപ്പെടും എന്നുള്ളതായ അവന്റെ വിശ്വാസം അർപ്പിച്ച ഈ ലോകത്തിൽ അവരുടെ കൂടെ ജീവിച്ചതായ നമുക്ക് സ്വർഗീയ ഭാവികളിൽ പങ്കാളിയാകുവാൻ അവസരം ലഭിക്കുന്നതായ ആ വലിയ പ്രത്യാശയാകുന്നത്. ആ ധന്യമായ പ്രത്യാശ നാമേവരുടെയും ഹൃദയങ്ങളിൽ ആശ്വാസവും സമാധാനവും കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഃഖിക്കുന്ന എല്ലാവരോടും ഞാൻ ചേർന്ന് എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനത്തെ എല്ലാവരെയും സമാധാനപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ്.
ദൈവത്തിൻ്റെ നന്ദിയോട് സ്തോത്രം. പ്രിയ ഞങ്ങളുടെ പ്രിയ വികാരിയച്ഛനപ്പെടുന്നു വലിയ ശ്രദ്ധ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിവിടെ ആയിരിക്കുന്നത് വളയിൽ കുടുംബത്തിന് വേണ്ടി നിങ്ങളോട് നന്ദി പറയാനാണ്. അതിന് മുമ്പായിട്ട് സാന്ധിച്ചാൽ പ്രിയപ്പെട്ട കുഞ്ഞേട്ടനെ പറ്റി നല്ലൊരു വിവരണം നിങ്ങൾ നൽകിയിരുന്നു. എൻ്റെ ഓർമ്മ വെക്കുമ്പോൾ എനിക്ക് 3-3.5 വയസ്സാണ്. അന്ന് ഞാൻ ഈ പാപ്പനോടും വെല്ലമ്പിച്ചോടും ചേർന്ന ഒരു കുടുംബത്തിലാണ് ജീവിച്ചത്. മാതാപിതാക്കളിൽ നിന്ന് മാറിയാണ് ഞാൻ താമസിച്ചത്. എൻ്റെ 12 വയസ്സ് വരെ പ്രിയ പാപ്പനോട് ചേർന്ന് ജീവിക്കാൻ എന്നെ അനുവദിച്ചു. പലപ്പോഴും ഒരു കൂട്ടുകാരനായിട്ടോ സഹോദരനായിട്ടോ അതിലൊക്കെ ഉപരിയായി ചിലപ്പോൾ നല്ല അടി തന്നു എൻ്റെ ജീവിതത്തെ ക്രമീപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട പാപ്പനെ എന്നോട് കാണിച്ച സ്നേഹം ഞാൻ ഓർക്കുന്നു. പാപ്പനെ പറ്റി ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സ് 14 ചക്രവുമായിട്ട് തിരുവല്ല കവലയിൽ അന്ന് അന്തിച്ചന്ത രൂപീകരിക്കപ്പെട്ടിട്ടില്ല. തിരുവല്ല കവലയുടെ ഒരു മൂലയിൽ പച്ചക്കറിയുമായിട്ട് തിരുവല്ല രാമക്കര എന്ന സ്ഥലത്ത് നിന്ന് അവിടെ വന്ന് ഇരുന്ന് കച്ചവടം ചെയ്ത പ്രിയപ്പെട്ടവരാണ്. ആ 14 ചക്രവുമായിട്ട് ഏകദേശം 70 വർഷക്കാലം അന്തിച്ചന്തകൾ പലതും വന്നും മാറി മാറി വന്നപ്പോഴൊക്കെ അവിടെ അദ്ദേഹം പച്ചക്കറി വിൽപ്പനക്കാരനും തേങ്ങാ വിൽപ്പനക്കാരനുമായിട്ട് മാത്രം നിന്നു. ജീവിതത്തിൽ ഒരിക്കലും വ്യതിചലിച്ചു. അദ്ദേഹത്തിൻ്റെ ഗോൾ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അദ്ദേഹം ചെറുപ്പത്തിലെ മനസ്സിലാക്കി ജീവിച്ചു വരുന്നത്. ഏകദേശം 1941 ആരംഭത്തിൽ നെല്ലിമൂട്ടിലെ ഉണ്ണിയപ്പച്ചൻ്റെയൊക്കെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് 14 സെന്റ് സ്ഥലം മേടിച്ചു. രാമചിറയിൽ നിന്ന് ഞങ്ങൾ, എൻ്റെ ഫാദർ, ഒരു പെങ്ങള്, പ്രിയപ്പെട്ട ഉപ്പാപ്പനെ വെല്ലമിച്ച് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറ്റക്കൂടിലാണ് ഉപ്പാപ്പൻ താമസിച്ചത്. അവിടെ നിന്ന് എൻ്റെ പിതാവൊക്കെ കുറ്റപ്പുഴയിലോട്ട് മാറി ഉപ്പാപ്പനെ വെല്ലമിച്ച് ഞാൻ ഉൾപ്പെടുന്ന ഒരു കുടുംബം അവിടെ രൂപീകരിച്ചു. ആ ഓല കെട്ടിയ ഭിത്തികളുള്ള കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഉപ്പാപ്പൻ്റെ കഷ്ടപ്പാട്, അദ്ദേഹത്തിൻ്റെ ദൃഢമായിട്ടുള്ള ജീവിത ഡിസിപ്ലിൻസ് അദ്ദേഹത്തെ ആ ചെറ്റപ്പുഴയിൽ നിന്ന് ഏറ്റവും നല്ല ഓടിട്ട ഒരു കെട്ടിടത്തിലേക്ക് മാറുവാനും തൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു മനോഹരമായ ഭവനം പണിയിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചു. ഈ നാളുകളിലൊന്നും ഒരു കൈത്താങ്ങലോ ഒരു സഹായമോ എങ്ങും ലഭിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, ദൈവം ഈ കുഞ്ഞേട്ടനെ ഇത്രയേറെ സ്നേഹിച്ചിരുന്നു. ഭാമനോട് ചക്രവർത്തിത്തിന് വേണ്ടി പറയുന്നു, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചക്രവർത്തി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് പ്രിയപ്പെട്ട എൻ്റെ ദാസന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് വേണ്ടത് എന്ന് പറഞ്ഞവർ എൻ്റെ കർത്താവ് ആ മർദ്ദക്കായെ പോലെ എൻ്റെ അപ്പച്ചനെ ഉപ്പാപ്പനെ സ്നേഹിച്ചു. ഉപ്പാപ്പന് എന്ത് കൊടുക്കണമെന്ന് അദ്ദേഹത്തിനറിയാം. ജീവിതത്തിൽ ദാരിദ്ര്യമോ കഷ്ടപ്പാടുകളുണ്ട്, പക്ഷെ ഒരിക്കലും ദാരിദ്ര്യമോ പണമില്ലായ്മ ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഉള്ളതുകൊണ്ട് അനുഗ്രഹമായി ജീവിച്ചൊരു ജീവിതം. ഏകദേശം 61 വർഷങ്ങൾക്ക് മുമ്പ് തങ്കുപ്പി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട തങ്കമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു. 19 വയസ്സായിരുന്നു കൊച്ചിനേക്കൊള്ളു. ജീവിതത്തിൽ അവർ രണ്ടുപേരും വിളിച്ച് വെല്ലുവിളിച്ച് ഞങ്ങളെ വിട്ടുപോയി. എങ്കിലും അവർ രണ്ടുപേരും വിളിച്ച് 4 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ഉപ്പാപ്പൻ്റെ ശിക്ഷണത്തിൽ തന്നെയാണ്. ഇന്ന് ഉപ്പാപ്പൻ്റെ ബോഡി ഇന്ന് ഭവനത്തിൽ കൊണ്ടുവന്നു. കൊച്ചമ്മ പറഞ്ഞു ആ കട്ടിലെ ആ മുറിയിൽ കൊണ്ടുപോകണം. ഉപ്പാപ്പൻ്റെ മുറിയിൽ കൊണ്ട് കിടത്തി. കാര്യം കഴിഞ്ഞ ബുധനാഴ്ച വരെ ആ മുറിയിലായിരുന്നു ആ വീടിൻ്റെ മുഴുവൻ ഭരണചക്രം തിരിയും. എത്ര രൂപ വരുമാനം, റേജിക്ക് ഒരു ദിവസം കിട്ടി, കുഞ്ഞുങ്ങൾ എത്ര രൂപ അയച്ചു തരുന്നു, അതൊക്കെ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ.
ഒരു പൈസ പോലും അനാവശ്യമായിട്ട് കളയാം. നിങ്ങൾക്കറിയാം, 14 ചക്രം കൊണ്ട് തുടങ്ങിയത്. അന്ന് 7 സെന്റ് സ്ഥലം മാത്രം ഞങ്ങൾ വാങ്ങിച്ചു. അത് ഏകദേശം 40-50 സെന്റ് സ്ഥലത്തോട് വാങ്ങിക്കുവാൻ സഹായിച്ചു. കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ചു. നല്ല നിലയിൽ അവരെല്ലാം ആയിരിക്കുന്നു. അതിലൊക്കെ ഇവരെയായി അവർ 4 പേരും തെറ്റിപ്പോകാം. ദൈവസന്നിധി, ദൈവത്തെ അറിയുന്ന മനോഹരമായ കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് അവരെ മാറ്റുവാൻ പ്രിയപ്പെട്ട പാപം സാധിച്ചു. 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിനുണ്ട്, കണക്ക് കൂട്ടാനുമില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർക്കുന്നു, എനിക്ക് 3.5 വയസ്സാകുമ്പോൾ അന്ന് ഞങ്ങൾ ഓർത്തഡോക്സ് ചർച്ചിലായിരുന്നു, കാലിക്കര, തിരുവനന്തപുരം. അന്ന് സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കുക എന്നൊരു ചടങ്ങ്. കുരിശ് വരയ്ക്കുക, കവമാ ചൊല്ലുക, ഇതായിരുന്നു. ഞാൻ ഓർക്കുന്നു, എനിക്ക് ഓർമ്മയായിരുന്നു ഉപ്പാപ്പൻ യാക്കോബായിലെ നന്മ മറിയമാരെ ചെന്ന് അത് കഴിഞ്ഞ് കുരിശ് വരച്ച് ഉറങ്ങുന്നതാണ്. ഒരു ദിവസം പോലും പ്രിയരാവ് ഈ കഴിഞ്ഞ ആഴ്ച സാർ പറഞ്ഞതുപോലെ കൃത്യം 7 മണിയാകുമ്പോൾ കൊച്ചുമക്കൾ അതിനുവേണ്ടിയുള്ള എന്തെല്ലാമാണ് അതിന് ക്രമീകരണങ്ങൾ ചെയ്തു. അതിലൊരു മിനിറ്റ് മുന്നോട്ടോ പുറമോട്ടോ പോകാനായിട്ട് സമ്മതിക്കും. റജിക്ക് എമർജൻസി അല്ലെങ്കിൽ റജി റെപ്രസെൻ്റ് ആകണം എന്ന് ഉള്ള ഓർഡറുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അതനുസരിച്ച് പിതാവിനെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ കാണുന്നത്. ജോയമയും സണ്ണിയും മോനിച്ചും ഞങ്ങളോടൊപ്പം ഇന്നില്ല. വീസായുടെ പ്രോബ്ലത്തിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ട റജി, കർത്താവ് എത്രയേറെ അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഉപ്പാപ്പൻ ഈ ലോകത്തിൽ നമ്മളിപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇത്ര ഉയർന്നിരുന്ന കാലത്ത് എന്തെല്ലാം പേജുകളാണ് നമുക്ക്. എന്നാൽ അപ്പച്ചൻ്റെ ആ കൺട്രോളിൽ ഇപ്പോഴും ആ വീടിനെ നയിക്കി ഫിനാൻസ് അപ്പച്ചൻ്റെ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അതുപോലെ അപ്പച്ചനെ ഒബേ ചെയ്യുകയും ചെയ്യും. അതാണെൻ്റെ ഒരു കാഴ്ച. ഞാൻ ദേശീയ എപ്പോഴും ഓർക്കും, ഒരു മകൾക്ക് ചെയ്യാവുന്നതിൻ്റെ ഉപരിയായിട്ട് പ്രിയ മകൾ അപ്പച്ചന് വേണ്ടി കഷ്ടപ്പെട്ടു. എവിടെയൊന്നും മുഖത്ത് സാന്തിസാർ പറഞ്ഞ പോലെ മുഖത്ത് യാതൊരു രീതിയിലുള്ള മുഖത്തിന് യാതൊരു വ്യത്യാസവും ഭാവപ്രകടനം കാണിക്കുന്നു. സന്തോഷത്തോടെ അപ്പാപ്പൻ പലത് പറയുമ്പോൾ സന്തോഷത്തോടെ അവർ ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കും. ഞങ്ങൾക്കൊന്നും അവരുടെ ജീവിതം ലഭിക്കത്തില്ലല്ലോ എന്ന് അവർക്ക് അനുഭവപ്പെടാതെ അപ്പാപ്പൻ്റെ ജീവിതം ആ കർത്താവ് സ്നേഹിച്ച ഒരു മനുഷ്യൻ, കർത്താവിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ. ഒരു ദിവസം പോലെ ചിന്താനുഷ്ഠാനം നടന്നാൽ പിന്നെ അത് ഞങ്ങളുടെ ഈ മാർത്തോമാ സഭയിൽ ഇവിടെ 50ൻ്റെ ആരംഭത്തിൽ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തു. സ്കൂളിലായിരുന്നു അവർ. ഞങ്ങൾ പഴയ പള്ളിയിൽ ഇവിടെ വന്നു. അവിടെയൊക്കെ പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയ പ്രാർത്ഥന. ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് എന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവരെങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കും, അതിനൊരു മാതൃക ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് പോകാൻ പ്രിയ പിതാവിനെ സഹായിച്ച് അതിനായിട്ട് പ്രിയ പാപ്പൻ്റെ ജീവിതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും. എൻ്റെ ജോലി കടക്കട്ടെ. പ്രിയപ്പെട്ട വികാരിയച്ഛനും കുടുംബവും നേരത്തെ പറഞ്ഞതുപോലെ രജിയുടെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെയും ഒരു നല്ല സുഹൃത്തായ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായി. എല്ലാത്തിനും അവസാന നിമിഷം ജോയെന്ന് വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് സപ്പോർട്ട് മാറാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ മുതൽ പ്രിയപ്പെട്ട അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ ആദ്യം പ്രാർത്ഥിച്ചു. അപ്പച്ചൻ്റെ ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ച് അച്ഛന് അവിടെ നിന്നത് കണ്ടു. അത് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളെ കടമേൽപ്പിക്കുന്നത് എനിക്ക് ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ട അച്ഛ, കുടുംബമേ, ഞങ്ങൾ നിങ്ങളെ ഓർക്കും. ഞങ്ങളോട് കാണിച്ച സ്നേഹം ICUവിലാണെങ്കിലും MICUവിലാണെങ്കിലും CCയിലായിരുന്നപ്പോഴൊക്കെ വന്ന് കണ്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നത് അവരുടെ സ്നേഹത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഇടവയ്ക്ക് അതൊരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തതിനായിട്ട് മറ്റുള്ള വലിയ ശേഷമൊക്കെ അവിടെയെല്ലാം ദൈവസന്നിധിയിൽ ഇവിടെ വന്നതിനായിട്ട് നന്ദിയോട് സ്വാഗതം ചെയ്യും. ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുക, ഞങ്ങളെ സഹായിച്ചതിനായി നിങ്ങൾ വന്നതിനായിട്ട് നന്ദിയോട് സ്വാഗതം.
പിന്നെ എനിക്ക് നന്ദി പറയാൻ അനേകരുണ്ട്. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. എങ്കിലും ഈ ഇടവയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിൽ സ്ഥാപിച്ചു. ഈ ആമൂലകളുണ്ട് ഈ ദേശത്തല്ലായിരുന്നെങ്കിൽ വളരെ കുടുംബം, പ്രത്യേകിച്ച് എൻ്റെ കുടുംബം, ശാന്തി സാർ പറഞ്ഞ പോലെ എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചു. ഈ ദേശത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഈ ദേശക്കാർ പ്രത്യേകിച്ച് ഇടവാകുന്നു ഞങ്ങളോട് കാണിച്ച സ്നേഹം. സഹോദരങ്ങളെ പോലെ, പിതാവിനെ പോലെ ഏതെല്ലാം ചെയ്ത് ഞങ്ങളെ സഹായിക്കാമോ ആ ചെയ്ത ഒരിടവ്. ആ നിർദ്ദേശത്തായിരുന്നത് ഞങ്ങളുടെ ഭാഗ്യമെന്ന് ഞാൻ പലപ്പോഴും പലയിടത്ത് വെച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ദേശത്തിനായിട്ടും ഇടവാങ്ങൾക്കായിട്ടും കടന്നു വന്ന ഓരോ മക്കൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളോട് കാണിച്ച നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കും. ദൈവം നിങ്ങളെ ദീർഘമായിട്ട് തലമുറയായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് നന്ദി പറയാനുണ്ട്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഇടവായിലെ പലവിധ ഓർഗനൈസേഷൻസ് അവർ കാണിച്ച സ്നേഹം, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൻ്റെ ആൾക്കാർ അപ്പച്ചനെ വന്ന് ആശുപത്രി കാണുകയും കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഓരോ ഓർഗനൈസേഷൻ പഴയ കുടുംബത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട കൊയർ ലീഡേഴ്സ്, കൊയർ മെമ്പേഴ്സ്, ഈ കൊയർ തുടങ്ങിയ കാലം മുതൽ അതുമായിട്ട് ബന്ധപ്പെടാൻ ദൈവം എന്നെ അനുവദിച്ചു. അവർക്ക് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കാപ്പിൻ്റെ യോഗത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പാടുക ദൈവം അവർ കാണിച്ച മഹാമനസ്സുകാരായി ഞാൻ അവരോട് നന്ദിയുള്ളവരായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ അനേകർ TNM ഹോസ്പിറ്റൽ ഞങ്ങൾ ആശുപത്രിയിലായിരുന്നപ്പോൾ ആദ്യം NICയിലായിരുന്നു. അവിടുന്ന് കാര്യമായിട്ട് യൂണിറ്റ് കൊണ്ടുപോയി, അവിടുന്ന് അതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് യൂണിറ്റ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അപ്പച്ചനെ NICയിൽ എത്തിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഞാൻ ആശുപത്രിയെ പറ്റിയൊക്കെ പല കേസുകൾ കേട്ടിട്ടാണ് അവിടെ ചെന്നത്. പിൻവിധിയോടുകൂടിയാണ് ഞാൻ അവിടെ ചെന്നത്. എന്നാൽ അവർ കാണിച്ച ആ സ്നേഹം, ഡോക്ടേഴ്സ് ഞങ്ങളോട് കാണിച്ച ആ വലിയ കരുണ ഞാൻ ഓർത്ത് ആ ഹോസ്പിറ്റലിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. അവരവിടായിരുന്നത് ഏകദേശം 4-5 ദിവസങ്ങൾ കൂടെ അപ്പച്ചൻ്റെ ലൈഫ് നീട്ടി ജോയിലേക്ക് വന്ന് കാണത്തക്ക രീതിയിൽ അവരതിനെ ഒരുക്കിയതിനായി ഞാൻ അത് പോയിട്ട് നന്ദിയോട് ഞാൻ ഓർക്കും. അതുപോലെ രജിയുടെ കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ട ആ മഞ്ഞാടിയിലുള്ള പ്രിയപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സ്, ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തികളെയും ഞാൻ ഓർക്കുകയും അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതെങ്കിലും അവസരം തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ ദിവസം ഈ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. നിങ്ങൾ ധൈര്യവും ഉറപ്പുള്ളവരായിട്ടിരിക്കുക. ഇത്ര വലിയ ഇടവക ഇതുപോലൊരു വികാരിയത്തിനൊക്കെ നമുക്കുണ്ടല്ലോ. അതിലൊക്കെ ഉപരിയായി സർവശക്തനായ ദൈവം, ഉപ്പാപ്പനെ സ്നേഹിച്ച കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. ഉപ്പാപ്പ സ്നേഹിച്ചവരെ തന്നെ നിങ്ങളും ആ കർത്താവിനെ സ്നേഹിക്കും. താങ്ക് യു. Amen.
Children
നിന്റെ മരണത്താൽ ശക്തിയെ സന്താനങ്ങളെയും ഭാവനത്തിൽ നിന്ന് വീണ്ടെടുത്തു. നിലവിളക്കത്താൽ പാതാളത്തിൽ സാക്ഷാത്തു നിന്നെ മരണം പോലെ സംസ്കാരത്തിന് സമയത്ത് നന്ദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്താനങ്ങൾക്കും ഭാര്യകൾക്കും സന്താനങ്ങൾക്കും ആനന്ദവാസസ്ഥലം സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളുകയും ഭൂതലത്തിൽ നീയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരെ അനുയോഗ്യമായിരിക്കുന്ന പ്രകാരം കൊടുക്കുകയും ചെയ്യുമ്പോൾ മക്കളായ ഞാളോട് കൂടെ ചെയ്യുവാനും നിങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാവരും പരിശുദ്ധമായ ദൈവമേ, സ്തുതിസ്തോത്രങ്ങളെയും ചെയ്യുമാറാകണമേ. ഹോശോ എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അപേക്ഷിക്കണം. മഹിമയും എല്ലായ്പ്പോഴും ഉത്ഭവിക്കുകയും എന്റെ മഹത്വത്തിലൂടെ വാണികന്മാരാകുമാവുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിനുള്ളവരെ ദർശിക്കുകയും എന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശത്തിന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മനുഷ്യരെ എഴുന്നേൽപ്പിക്കുകയും എന്റെ ദൈവത്തിന്റെ ആംഗിതാഴ്ന്നു പ്രാർത്ഥിക്കുന്നവരെ അവർക്കുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മനുഷ്യരുടെയും ന്യായാധിപത്യമായിരിക്കുന്ന ശിഖാതപുരാന് തന്റെ സംസ്കാരം നടത്തുന്ന സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും ദൈവം മണ്ണിൽ എതിർവാസിക്കുന്നവരുടെ സാക്ഷാത്കാരവും മഹത്വങ്ങളുടെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധനായിരിക്കുന്നവരുടെയും ഇഷ്ടപ്രകാരം ഇല്ലായ്മയിലേക്ക് വരുത്തി ദൈവികമായ സംബന്ധിച്ചു ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവരായ സാത്താന്റെ വശീകരണത്താൽ നാശത്തിനും ക്ഷേത്രത്തിനും പോയി ദോഷഭേദവും കൂടാതെ ഞങ്ങളെ മനസ്സിലായി തീർന്നു. അധികാരത്തെ പുതിയ ഞങ്ങളുടെ ചെയ്തു. ഞങ്ങളുടെ പ്രവർത്തിക്കുന്നവരുമായ ഈ ശുദ്ധിയായി ശവസംസ്കാരത്തിന്റെ സമയത്തിന്റെ ശുശ്രൂഷകരായ വിനയത്തോടുകൂടി കഴിയുന്ന ശുശ്രൂഷ കഴിക്കുന്നവരുടെ കർത്താവ് അവസാനമായി ആത്മാവും ശരീരവും പ്രവർത്തിക്കാൻ പാടില്ലാതെ ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിന് ഈ ദാസൻ രക്ഷപ്രാപിക്കുകയും പ്രകാശം പ്രകാശിക്കുകയും വിശുദ്ധനാമങ്ങളിൽ ഭാഗ്യകരമായ പ്രവർത്തനങ്ങളിൽ വസിക്കുകയും സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷപ്പെടുകയും ചെയ്യുകയും ഞങ്ങൾ സങ്കടപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യും. നിങ്ങളുടെ സത്യപ്രധാനമായ സന്തോഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലനം വിശദമായി ശക്തിപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ പാപം കൂടാതെ കാത്തുകൊള്ളാനെ സന്തോഷമുള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ എടുപ്പിക്കണമേ. കർത്താവെ നിന്നെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രവർത്തനമായി ഭാവിക്കും
നമ്മുടെ വഴിയാത്ര അറിയിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയില്ല. മനുഷ്യരുടെയും ഗ്രഹിച്ചിട്ടില്ലാത്തതായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗങ്ങൾക്ക് നിന്റെ ദാസനും അവാർഷിയാകുന്നുള്ള പ്രത്യാശയ്ക്ക് ഞങ്ങൾ ആശ്വസിക്കുമാറാകുന്നു. എന്റെ പിതാവിന് നീതിയിലേക്കപ്പെട്ടവരെ അന്നാമത്തെ പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി ലഭിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷത്തിന് കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതരായി തീരുമാനങ്ങളെ എല്ലായ്പ്പോഴും തന്നെ ഉന്നതത്തിൽ നിന്ന് വന്ന മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ എനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസമെല്ലാം മനുഷ്യന് ഒരു പാനീയമാകുന്നു. എന്നാൽ യൗവനപ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടവും ഉള്ളതാകുന്നു. രക്ഷിക്കുന്നില്ല, സ്നേഹിതനും സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയായി മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണനായി പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. അവർ രാജ്യാവകാശമായി സ്ത്രീമാറുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാളുകളിലും നിനക്ക് സ്തുതി. നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും
എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ-തമ്പുരാനെ, വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ രാജ്യത്തിന് യോഗ്യമുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിനെ അണിയുന്നതിന്, കർത്താവിനെ ആരാധിക്കുന്നതിന് ദേവാലയം, പട്ടക്കാരും മറ്റെല്ലാ സൗകര്യങ്ങളും നമ്മെ പരിപോഷിപ്പിക്കുന്നു. ലോകത്തെ ജീവിതം പൂർത്തീകരിക്കുമ്പോൾ തിരിച്ച് ഏത് പ്രായത്തിലായാലും നമ്മൾ പ്രിയപ്പെട്ടവർ മാറ്റപ്പെടുമ്പോൾ എന്നാൽ കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദാനം മുറിയെടുക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ ഞാൻ തന്നെ പുനരുദ്ധാനം ചെയ്യുമാകും വിശ്വസിക്കുന്ന ഒരുനാളും എനിക്കില്ല വിചാരം ചെയ്യും. കർത്താവ് തന്നിരിക്കുന്ന എത്രയോ ഗുണകരമായ വാഗ്ദാനമാണ്. കർത്താവ് വിശ്വസിക്കുന്നവർ ഒരു നാളും ഇരിക്കുന്നില്ല. അവർ മരണത്തിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മാത്രമാണ്. പ്രിയ പിതാവ് പ്രിയപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിനെ ഭാഗമായിക്കൊണ്ട് മാതാപിതാക്കളോട് കർത്താവ് പാടി മഹത്വപ്പെടുത്തുന്നു. എത്രയോ അനുഗ്രഹീതമായ സന്തോഷം ലഭിക്കുന്നു. അത് വിശ്വാസപരമായി കാണാൻ നമുക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരുടെ ആശ്വാസപ്പെടുന്നവരാണ്, സന്തോഷിക്കാനും ദൈവത്തെ സ്തുതിക്കാനും. കാരണം പ്രിയപ്പെട്ടവർ താൻ പ്രിയപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലാണ് ലഭിക്കുന്നതെന്നുള്ള ഉറപ്പ് എന്നും കർത്താവിനെയാണല്ലോ തന്നത്. നീ തന്നെ എടുത്തിരിക്കുന്നത് സ്തോത്രം. പെരുന്നാളിന്റെ സന്നിധിയിൽ ആണ് വളരെ പ്രയാസപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ എല്ലാ മരണവും നമ്മെ ഓർപ്പിക്കുന്നത് മരണവും യഥാർത്ഥമാണ്. എന്നാൽ ഇവർക്ക് മരിക്കാനായിട്ട് കാരണം മരണശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഓർക്കുന്നത്. മരണശേഷം പ്രേരിച്ച കർത്താവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നത് ഉറപ്പുള്ളവർക്ക് മരണത്തെ വളരെ സന്തോഷകരമായ ജീവിതമാണ്. ഇവരുടെയിലാണ് നമ്മെ ഓർപ്പിക്കുന്നത്. നല്ലതായിട്ടാണോ മരണത്തെ അഭിമുഖീകരിക്കാൻ മരിക്കാനുള്ള മരണത്തെ യേശുകർത്താവ് പ്രയാസമാണ്. യേശുകർത്താവ് രക്ഷയുടെ സന്തോഷം ബുദ്ധിജീവിന്റെ ഉറപ്പുള്ളവരാണോ അനേക്കാൻ സാധിക്കും. മരിച്ചാലും ജീവിച്ചാലും ഒരുപാട് കാരണം ജീവിക്കുമ്പോൾ കർത്താവിനോട് പ്രസിദ്ധമാണ്, മരിച്ചാലും കർത്താവിനോട് പ്രസിദ്ധമാണ്. ആ ഉറപ്പ് ഉണ്ടാകണം എന്ന് പിതാവ്
സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ചെയ്തിട്ടുള്ള ശുശ്രൂഷകളെ ഏറ്റവും പ്രത്യാശ ഏത് സമയത്തും മരണം ജീവിതത്തിലേക്ക് നമ്മളെ ജപിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് സകലവിശ്വാസത്തിലെയും ജീവന്റെ കാലം ഞങ്ങളുടെ ആയുസിനെ പ്രതിപാദിക്കുന്നു. ഞങ്ങളുടെ ജീവനെ കുറിച്ച് നിത്യമായ ശക്തീകരിക്കുന്നു. ഞങ്ങളുടെ സമയമാകുമ്പോൾ മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുന്നതുമായ അവിടെ നൽകിയതായ ആയുസ് ശേഷം ഞാൻ വിളിച്ചപ്പോൾ സന്നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ ദാസന്റെ അനുഗ്രഹമായ ജീവിതത്തിനായി ഇവിടെ നടത്തി മകനെ വലിയ സന്നിധിയിലേക്ക് ശരിമായ കർത്താവേ, ഇതിന്റെ പുത്രൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് നടത്തുകയും അവിടുത്തെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ഉയർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ആനുകൂല്യമായ നമ്മുടെ സമൂഹത്തിൽ അവിടുത്തെ പ്രിയദാസൻ കാണപ്പെടുന്നതായ വിശ്വാസത്തോടുകൂടി യാത്രയ്ക്ക് വേണ്ടതാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദുഃഖിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ശുശ്രൂഷകൾക്ക് സ്തുതിക്കണം. അവിടുത്തെ അഭിഷേകനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുത്തി ശുശ്രൂഷകളെ മാറ്റിയിരിക്കുവാൻ മുകളിൽ സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. തുടർന്ന് മൃതശരീരം ആമലോസിക്കാൻ മാത്രമായിട്ട് അതവയുടെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഭവനാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് മാതൃസഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ അഭിയോഗ്യനായ ഡോക്ടർ യുവാൻറ്റി മാർക്കോലോസ് എപ്പിസ്കോപ്പാണ്. തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും കുടുംബാംഗങ്ങളുടെയും ഇടവകയുടെയും നാമത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. സഹകാർമ്മികരായിരുന്നു ബഹുമാനരായ വൈദിക ശ്രേഷ്ഠത്തോടും ഈ ശുശ്രൂഷയിൽ അടക്കത്തോടും അച്ചടക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ വന്ന് സംബന്ധിച്ച എല്ലാവരോടുള്ള സന്തോഷവും നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തും. ആർക്കെങ്കിലും ഇനിയും ബുധശേരിനെ കാണുവാനുണ്ടെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട്. അതിനെ തുടർന്ന് ദേവാലയത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു താക്കോൽ കൂട്ടം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആരും ഞങ്ങൾ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു താക്കോൽ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. വേറൊരു താക്കോൽ കൂട്ടങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതിനെ അവിടുത്തെ സ്ഥലമാണ് ഏറ്റവും പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. മേശപ്പുറത്തിരിക്കുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമറിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺ
ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ.